സോ ഹേ ഗീസ് എല്ലാവർക്കും കൂടെ പറ്റി ലക്ഷം. സോ ഇപ്പോൾ നമ്മൾ തുടങ്ങിയ ഫ്രീ ഫയർ ആണ്, അതിൽ ബാറ്റിൽ റോയലാണ്. സോ നമുക്ക് തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ലൈക്ക് തരുന്ന ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനലിൽ ഇപ്പോൾ 44 സബ്സ്ക്രൈബേഴ്സ്, 2 ദിവസം കൂടെ 2026 ആവാൻ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു എനിക്ക് 50 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്ന്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു ഭാഗ്യമില്ല. നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആയില്ല, നമുക്ക് 44 ആയതേ ഉള്ളൂ. നമുക്ക് 2 ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല 50 സബ്സ്ക്രൈബേഴ്സ് ആവാമെന്ന്. പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക, ഇത്തിരി സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ വർഷത്തെ ടാർഗറ്റാണ് ഞാൻ 50 സബ്സ്ക്രൈബേഴ്സ് ആവാം. ഞാൻ തുടങ്ങിയിട്ട് 2 മാസം അല്ലെങ്കിൽ 1 മാസം പോലും ആയി കാണത്തില്ല. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കും നമുക്ക് ഇത്ര നല്ല റെസ്പോൺസ് കിട്ടിയത് എനിക്ക് നല്ലൊരു ഹാപ്പിയാണ് ഞാൻ. പക്ഷെ എന്നാലും നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് എന്ന് പെട്ടെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പുഷ്പം പോലെ ഇറങ്ങുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ മതി. പക്ഷെ മിക്കവരും ചെയ്യാറുമില്ല, ജസ്റ്റ് കാണുക, ഇഗ്നോർ ചെയ്യുക, ലൈക്ക് പോലും ഇടാതെ. ചിലവർ സബ്സ്ക്രൈബ് ചെയ്യൂല എന്നാൽ ലൈക്ക് ഇടും. പക്ഷെ ചിലവർ ഒന്നും ചെയ്യൂല. എൻ്റെ വീഡിയോസിൽ ഈയിടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട വീഡിയോസിന് 94 വ്യൂസ് ഉണ്ട്. അതിൽ ഒരാൾ പോലും ലൈക്ക് ചെയ്തിട്ടില്ല. ഒരാൾ പോലും ലൈക്കോ കമൻറ്റോ ചെയ്തിട്ടില്ല. സബ്സ്ക്രൈബ് ചെയ്താണ്, പക്ഷെ എനിക്ക് ലൈക്ക് കമൻറ്റ് ഞാൻ അതിൽ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇതുപോലെ കുറേ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് കാണും, ചെറിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ നിങ്ങളൊക്കെ അവരൊക്കെ വീഡിയോസ് കാണും, പക്ഷേ എൻ്റെ ചാനലപ്പോൾ തന്നെ വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. പക്ഷെ ബാക്കിയുള്ളവർക്ക് നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ കാണുന്നവരും ഇല്ലുണ്ട്, ജസ്റ്റ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഓക്കെ, ഇത് പറയാൻ വേറൊന്നുമല്ല, എൻ്റെ പണ്ടത്തെ ഒരു ഡ്രീമായിരുന്നു ഒരു ബിഗ് യൂട്യൂബർ ആവണം. ഒരു ഫിഷിംഗ് ഫ്രീക്സിനെ പോലത്തെ ഒരു ബിഗ് യൂട്യൂബർ ആവണം. എൻ്റെ പണ്ടത്തെ ഫേവറേറ്റ് ചാനലാണ് ഫിഷിംഗ് ഫ്രീക്സ്. മിക്ക മലയാളീസിനും അറിയാം. ആളപ്പോൾ ഒരു പെറ്റ്സിൻ്റെ ആളാവണമെന്ന്. അതിന് എൻ്റെ ഒരു മൊബൈലുണ്ടായിരുന്നു, അമ്മേരെ പഴയ മൊബൈൽ. അത് ഞാൻ അനന്തു സ്പെഷ്യൽ, അമ്മേരെ പഴയ 2 മൊബൈലുണ്ട്. അതിൽ രണ്ടാമത്തെ മൊബൈലാണ് അനന്തു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ. അത് പോയി, അത് മൊബൈലടിച്ച് പോയപ്പോൾ അതിൻ്റെ കൂടെ പോയി. പിന്നെ അമ്മേരെ ആദ്യത്തെ മൊബൈൽ അനന്തു സ്പെഷ്യൽ 2.0, അതും മൊബൈൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ചാനൽ എങ്ങനെയെങ്കിലും ഒരു 7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ അതിന് എത്ര കിട്ടണോ അതൊക്കെ കൂട്ടി വെച്ച് എൻ്റെ മൊബൈലൊന്ന് ശരിയാക്കാനായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങളോട് എനിക്കറിയാനുള്ള ഗെയിമിൻ്റെ സംഭവങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസവും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ കുറയാണ്. കാരണം ഈ ഇടയ്ക്കിട്ടൊരു ഷോർട്സിന് തന്നെ 3 വ്യൂസ്, ഇന്നലെ ഇട്ട ഷോർട്സിന് തന്നെ 3 വ്യൂസ് എന്തേ ആയുള്ളൂ. അതും ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു ഗെയിമിൻ്റെയാണ്, നമ്മുടെ ദ കേഴ്സ്ഡ് ഡൈനോസർ റൈല്. അതിൻ്റെ ഒരു ലോങ് വീഡിയോയ്ക്ക് നിങ്ങൾക്ക് 94 വ്യൂസ് എങ്കിലും തന്നു. പക്ഷെ ഇതിന് വെറും 3 വ്യൂസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹെഡ് ഷോട്ട്. നമ്മളെന്തെങ്കിലും റെക്കോർഡ് ചെയ്യാൻ പറയണം, കാരണം അടുത്തുള്ള നോയ്സ് കാരണമാണ് ഇത്. എന്നിട്ട് പോലും അതായത് എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മ വീഡിയോ കാണുന്ന നോയ്സായിരുന്നു. ചിലവർ അതൊന്നും മൈൻഡ് ചെയ്ത് വീഡിയോ എടുത്തിട്ട് അവർക്ക് നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ഒരു ഹാർഡ് വർക്ക് അതിലോട്ട് വരുന്നുണ്ട്. ചിലർ മൈൻഡ് പോലും ചെയ്യത്തില്ല, ജസ്റ്റ് നേരെ കാണുക, ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് അങ്ങ് പോവുക. ചിലവർ വീഡിയോ തുറന്നു പോലും നോക്കൂല. ഞാൻ വേറൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും പറ്റുമെങ്കിൽ ഒരു കമൻറ്റും ചെയ്യുക. അത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നമ്മൾ അടുത്ത ടാർഗറ്റിൻ്റെ കാര്യം എനിക്കൊന്ന് ഞാൻ പറഞ്ഞെന്ന് 250 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് അടുത്ത വർഷത്തെ. സോ എൻജോയ് ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ഏകദേശം നമുക്കിപ്പോൾ 2 കിലോ ഉണ്ട്, 21 പേര് ബാക്കിയുണ്ട്. നമ്മളെന്തായാലും ഇവിടെ എനിമീസിനുള്ളിൽ തപ്പയാണ്. നമ്മളൊരു ഫയറിൻ്റെ സംഭവം കണ്ടിരുന്നു. ഓക്കെ, ആരും എലിമിനേറ്റ് ആയി. ഇവിടെ വലുതായിട്ട് ആരെയും കാണണം. നമുക്ക് എന്തായാലും മെഡിക്കറ്റ് വല്ലും ദൂരം മെഡിക്കറ്റ് ഇടാം, നമുക്ക് അങ്ങനെ എടുക്കാൻ പോവാം. ഇവിടെ വല്ല എനിമി ഉണ്ടോ എന്ന് ആർക്കറിയാൻ തോന്നും. ഇവിടെ കാണും, ഇവിടെ എനിമിയാണ് കേട്ടോ. ഓക്കെ, എൻ്റെ ചുമയും മൂക്കടപ്പൊന്നും ഇതുവരെയും പോയില്ല. അത് എനിക്ക് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നതാണ് സംഭവം. അപ്പോൾ എന്തായാലും അവിടെ ഒരു എനിമിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫ്ലാഷ് ഫ്രീസ് അല്ല, ഫ്ലാഷ് ഫ്രീസ് അങ്ങനെന്തോ സാധനം, പേര് മറന്ന് അതെടുത്തെറിഞ്ഞ് നോക്കാം. നമ്മളവിടെ നിന്ന് ആരും അടിച്ചില്ല. ഓക്കെ, ഒരു പ്ലെയർ അവിടെ ഉണ്ട്. കൊള്ളണ്ട, അയ്യോ കൊള്ളണ്ട. ഓക്കെ, ഗ്ലൂ ആൾട്ട് വേണ്ട, റിവൈവ് വേണ്ട. ഓക്കെ, ഓ ഹെഡ് ഷോട്ട്. അതേത് ഗണ്ണാന്ന് പേരും അയ്യോ
അവനെ ഹെഡ് അടിക്കാൻ പറ്റുമോ? ഇല്ല, അവനെ ഹെഡ് അടിക്കാൻ പറ്റൂല. പക്ഷേ ഇതൊക്കെ ബോട്ട് പ്ലേയേഴ്സാണ്. അതാണ് എളുപ്പത്തിൽ കൊല്ലാൻ പറ്റുന്ന. പക്ഷെ ഇന്നലെ ഒരു കളി കളിച്ചപ്പോൾ എനിക്ക് പറ്റിയൊരു എതിരാളി വന്നിരുന്നു. ശേഷം ലെവൽ 7 ഒരു പ്ലെയർ. പക്ഷെ അവനെ ഡിഫീറ്റ് ചെയ്തെങ്കിലും നമ്മൾ തമ്മിൽ വലിയൊരു ഫൈറ്റായിരുന്നു ഉണ്ടായത്. ഓക്കെ, നമുക്കെന്തായാലും വേറെ എനിമീസിൽ ഇവിടെ എൻ്റെ ഒരു എബിലിറ്റി ആ ഒരു ഇത് എന്താ പറയുക, ഈ ഒരു ഡ്രോൺ പോലത്തെ സംഭവം വിട്ടപ്പോൾ ഇവിടെ ഒരു പ്ലെയർ ഉണ്ടെന്ന് കാണിച്ചിരുന്നു. പക്ഷേ അതാ ഒടിച്ചെന്ന് ഇടിക്കുകയും പ്ലെയർ എവിടെയാണെന്ന് റിവീൽ ചെയ്തില്ല. നമ്മളെന്തായാലും തിരിച്ച് നമ്മുടെ പീക്കിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പം തന്നെ എത്രയായി? 5 മിനിറ്റായി വീഡിയോ. അയ്യോ, എത്ര നേരം എടുക്കുന്നു? 5 മിനിറ്റൊന്നും കൊണ്ട് കഴിയൂല. 19 മിനിറ്റ്, 10-20 മിനിറ്റൊക്കെ. 10-20 മിനിറ്റ് എടുക്കും ഈ ഒരു ഗെയിമിൽ ഈ ഒരു സംഭവം ബാറ്റിൽ റോയൽ തീരാൻ. എനിക്കറിയാം ഇതിൽ എത്ര മിനിറ്റാണ് കളിക്കണത്. പെട്ടെന്നെല്ലാം തീർന്നല്ലേ. 10 പേരേ ഉള്ളൂ. അതിൽ ഒരാൾ ഞാൻ, ബാക്കി 9 പേര്. അതായത് 13 പേരെ എനിക്ക് കൊല്ലേണ്ടി വരും. പക്ഷെ അതിൽ 13 പേരും കിട്ടുമെന്ന് തോന്നണ്ട. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്തോ? ഗൈസ് ആലോചിച്ച് നോക്കി, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും ഒരു ബല ആലോചിച്ച് ഞാൻ ഇപ്പം എങ്ങോട്ടെങ്കിലും തിരിയുമ്പോൾ ഒരു പ്രോ പ്ലെയർ വന്നെൻ്റെ ഹെഡ് അടിക്കണമെങ്കിൽ നാങ്കിട്ട് തൂറുമല്ലേ. തൊലി എറിഞ്ഞ ചാവും. അങ്ങനെയൊന്നുമില്ല, ഇന്നലത്തെ കളിയിൽ ഇതാണ് സംഭവിച്ചത്. എന്നെ കണ്ടി നല്ലൊരു പണ്ടാരം വായിക്കാത്ത കാരണമില്ല. പ്രോ പ്ലെയർ വന്ന് എന്നെ ഹെഡ് അടിച്ച് വിട്ടു. ഓക്കെ, നമുക്കിനി ഇവിടെ ഒരാളെ കാണാമല്ലേ. ഇവിടെ ഒരാളെ കാണാൻ കേട്ടോ. അവിടെ എവനെ ഇവിടെ വെച്ച് ഹെഡ് അടിക്കാൻ പറ്റുമെന്തോ. ഓക്കെ, അത് ഹെഡായി. നമുക്ക് എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടെ ഫണ്ണി ആക്കണം ഈ വീഡിയോ. എങ്ങനെയാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സംഭവങ്ങളെ നമുക്ക് മറ്റേ ഇത് വന്നു. ഗിഫ്റ്റ് അല്ലല്ലോ. ഫസ്റ്റ് പക്ഷെ ഇപ്പം ഇതിന് വലിയ ഡാമേജ് ഉള്ളു. പണ്ടൊക്കെ നമ്മൾ തെറിച്ചു കിടന്നേനെ 2024 സമയങ്ങളായപ്പോൾ. ഓക്കെ, എന്തായാലും ചിലപ്പോൾ ബോറായിരിക്കാം. എനിക്ക് പറ്റുന്ന രീതി ഞാൻ ഫണ്ണ് ആക്കാൻ നോക്കാം. എഡിറ്റ് ചെയ്തും ഇത് വോയിസിൽ കൂടെ എന്തെങ്കിലും ജോക്ക്. ഞാൻ വലിയ കൊമേഡിയൻ അല്ല. ചില സമയത്ത് നല്ല കോമഡിയിലും കയറി വരുമായിരിക്കും. അതല്ലാതെ വേറൊന്നുമില്ല. നമ്മൾ അടുത്തൊരു ഹെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. സംസാരിക്കണതിൻ്റെ അതൊക്കെ പറയാൻ മറന്നു. നമ്മളവൻ്റെ കട്ടാനെ എടുത്തു. നമ്മളിപ്പോൾ P90 നമ്മുടെ എനിക്ക് തോന്നുന്നൊരു സംഭവം, എനിക്ക് പേരുണ്ട്, ഇത് AC10 എന്തുകൊണ്ട് ഇതിൻ്റെ പേര്. പിന്നെ മറ്റേ മിനി സൂയ അങ്ങനെ എന്തോ ഒരു സംഭവം, മിനി യൂസി അങ്ങനെ എന്തോ. പാതാളത്തിൽ നടക്കണ പോലെയാണ് എവിടെ തിരിഞ്ഞാൽ. അതായത് ഇപ്പോൾ വലിയ പ്രശ്നം കാണുന്നില്ല, ബോട്ട് പ്ലേയേഴ്സ് ആയതുകൊണ്ട് രക്ഷപ്പെടും. പക്ഷേ ഒരു ലെവൽ 20 കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കളിച്ചു നോക്കണം. എവിടെ നിന്ന് അടി വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഉപയോഗം. ഓക്കെ, നമ്മളെന്തായാലും 4 പേരേ ഉള്ളൂ. അത് ഒരാൾ ഞാനും ബാക്കി 3 പേരുള്ളൂ. അവിടെ ആരോ ഉണ്ടല്ലോ, ഒരാളെ കണ്ടേ. ഒരാൾ കണ്ടേ. ദോ പോണു ആ വെള്ള സാധനം കണ്ട കേട്ട്. ശേ, ചത്തില്ലേ?
അവൻ ചത്തില്ല. ചത്തില്ലേ? ഇപ്പോൾ നമുക്കിനി ഒരു ഇല്ലും കൂടെ, അത് 7 പേരെ നമ്മൾ കൊന്നിട്ടുള്ളൂ ഈ ഒരു എൻറ്റയർ ഗെയിമിൽ. അവൻ ചത്തില്ല. സേഫ് സോണിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ ചത്തില്ല. ഞാൻ കുറേ ഡാമേജും കൊടുത്ത്. അപ്പം എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, ഞാൻ ഒരാളും കൂടെ ഉള്ളൂ. ആളെയും കൂടെ കൊന്നാൽ നമുക്ക് ബുയി. പക്ഷെ ആളെവിടെയെന്ന് അറിഞ്ഞൂടെ. ഇത്രയോ സ്ഥലം നമുക്ക് ഇവിടെ അത്രയും കവർ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അവക്കിവിടെ ചുമ്മാ കിടത്ത് അങ്ങോട്ടും ഇങ്ങനെ ഓടി നടക്കാം. അപ്പം എല്ലാം കിട്ടുമായിരിക്കും ഗൈസ്. വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. എനിക്ക് പീക്കി പോകണമെന്നുണ്ട്, പക്ഷെ എന്തായാലും ഇനി പോകാൻ പറ്റുമല്ലോ. ഓക്കെ, നമ്മൾ ബോയെ അടിച്ചിട്ടുണ്ട്.